ഫയൽ ഇങ്ങനെ മുമ്പ് വെച്ചിട്ട് അതിനിടയിൽ മൊബൈൽ ഫോൺ ഒളിച്ചു വെച്ച് ഫേസ്ബുക്കിൽ കളിച്ചോണ്ടിരിക്കുന്നത്. അതിനേക്കാളും വലിയ കുറ്റകൃത്യമൊന്നുമല്ല. ഇതൊന്നും കൊണ്ട് ഒരു റീൽസ് എടുത്തുകൊണ്ടൊന്നും രണ്ട് വണ്ടി കിഡിലും വണ്ടികളാണ്. ഏതൊക്കെയാണ്? ഫോർച്യൂണറും ഇന്നോവ ക്രിസ്റ്റ. വീഡിയോ എടുക്കാനെ പറ്റി പറയണേ. ഇപ്പൊ സമയം എത്ര എനിക്ക് വല്ല പിടുത്തോണ്ടോ? എത്ര? 11:30 മണിയായി കേസ്. ഇപ്പോഴും ചെറുക്കം വീഡിയോ എടുക്കാനാ പറയണേ. ഏതൊക്കെ വണ്ടി? ക്രിസ്റ്റ ഉണ്ട്. നാളെ എടുത്താ പോരെ? എല്ലാരും പെരിയിൽ പോയി കടന്നുറങ്ങുന്ന സമയമാണ്. നമുക്കിപ്പോ വീഡിയോ എടുക്കണോ? ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റാ. വന്നാ മതില്ലേ? നമുക്ക് നോക്കല്ലേ? ഇജുല്ലേ? ഉറങ്ങൂലല്ലോ. അപ്പൊ കേസ് 11:30 മണിക്കുള്ള വീഡിയോ ആണ് ഇത്. നമ്മളെ പുതിയ ഓഫീസാട്ടോ. നിങ്ങളെ കാണിച്ചിട്ടില്ല, ഔദ്യോഗികമായിട്ടൊന്ന് കാണിക്കണം കരുതിയില്ലേ? എന്നാൽ ഇതിൽ തന്നെ കാണിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഓഫീസ് സെറ്റ് ചെയ്താണ്. ഇവിടെ പഴയ മറ്റേ ഇതൊക്കെ ഉണ്ട്, പഴയ പാട്ടടിയുന്ന സാധനം. ഇത് ഒറിജിനലായിട്ട് പാടിയിരുന്നു. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ മേലുണ്ടായിരുന്ന ഡിസ്ക് കാണാനില്ല അല്ലേ? ഇവിടെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് സെക്കിമോൻ്റെ പണിയാണ്, അത് പോയി. അതേപോലെ നമ്മളെ പഴയ ഫോണൊക്കെ ഉണ്ട്, കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങളെ ഔദ്യോഗികമായിട്ട് കാണിക്കാം. അയ്യവ, ഞാൻ അവിടെ ഫോണുമ്മ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്തില്ലേ നിങ്ങൾ? എല്ലാവരും പോയോ? എല്ലാരും പോയി. ഇപ്പൊ നമ്മളെന്നെ ഉള്ളൂ. എത്ര ആളുണ്ട് ഇപ്പൊ? നമ്മള് 4-5 ആളുണ്ട് അല്ലേ? ആ, അപ്പൊ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ടൊയോട്ട ഫോർച്യൂണറും ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. അതായത് ഒട്ടനവധി ആളുകൾ ഇഷ്ടപ്പെടുന്ന 2 മോഡൽ വാഹനങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവട്ടെ അല്ലേ? അപ്പോൾ ഇന്നോവ ക്രിസ്റ്റനെ നമ്മളെ പരിചയപ്പെടുത്താം, ടൊയോട്ട ഫോർച്യൂണറിനെയും പരിചയപ്പെടുത്താം. അഫി പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് സ്റ്റോക്കിൽ വന്ന വണ്ടികളാണ് അല്ലേ? ഇന്ന് കയറിയിട്ടുള്ളൂ. അപ്പോൾ നാളെ എനിക്ക് 2 ദിവസത്തെ യാത്ര ഉണ്ട്. അപ്പോൾ വീണ്ടും വീഡിയോ എടുക്കാൻ വേഗം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ഒരു ചെറിയ രസത്തിൽ ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഉള്ളിൽ ഇരുന്നതാണ്. അപ്പോൾ നിങ്ങളെ പറ്റിച്ചത് ഒന്നും പറയരുത്. നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യം അല്ലാത്തത് നമ്മൾ കാണിക്കലില്ല. അപ്പോൾ ഒരു ഇൻട്രോൻ്റെ രസത്തിൽ നമ്മളെ ക്യാമറ ടീമിന് വിട്ടുകൊടുത്താണ്. ആ രസത്തിന് ഇന്നോലുള്ളിൽ കൊണ്ടേ ഇരുത്തിയതാണ്. ഇപ്പോൾ ഈ ടൊയോട്ട ഫോർച്യൂണറിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. വന്ന പാടേന് പെയിൻറ്റ് ടച്ചപ്പോ പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലെ സെഡിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ടൊയോട്ട ഫോർച്യൂണറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ക്രിസ്റ്റ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇന്നോവയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, കോളീസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ? എല്ലാവിധ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് 2 വാഹനങ്ങൾ സെയിലിനുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് വരുമ്പോൾ കസ്റ്റമർ ചോദിക്കണ കുറച്ച് സംശയങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ ഇല്ലീന് കുറച്ച് സംശയങ്ങൾക്കൊക്കെ റീപ്ലൈ പറഞ്ഞ് പെട്ടെന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഇത് അഫിമോൻ എൻ്റെ ഇളയ ബ്രദറാണ്, ഏറ്റവും ചെറിയ അനിയനാണ്. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ പരിചയം ഉണ്ടാവും. അപ്പോൾ ഇനി അധികം വലിച്ചു നീട്ടുള്ള നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഇതിമ്മ തന്നെ തുടങ്ങാം. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇനി നമുക്ക് ഇന്നോവ ക്രിസ്റ്റൻ്റെ ഒരു വിശദീകരണ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കണ്ട, ഇതോടുകൂടി അവസാനിക്കും. ഇനി ഇന്നോവ ക്രിസ്റ്റ വന്നാൽ നമ്മൾ വിൽക്കാല്ലേ മാത്രം കാണിക്കാം. ഇന്നോവ ക്രിസ്റ്റൻ്റെ കുറേ വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ 2000 മുതൽ 2004 വരെ ടൊയോട്ടൻ്റെ കോളീസ് വന്നു. കോളീസ് എന്ന് പറഞ്ഞാൽ അപാര വണ്ടി, എന്ത് കാട്ടിയാലും നാസാവാത്ത വണ്ടി, അങ്ങനെ തന്നെ പറയാം അല്ലേ? അപ്പോൾ വൻ വിജയകരമായി പോകുമ്പോഴാണ് ഒറ്റയടിക്ക് കോളീസിനെ ടൊയോട്ട നിർത്തിയിട്ട് കോളീസ് നിർത്തിയെന്ന് പറഞ്ഞ്. അന്ന് ഒരുപാട് ആളുകൾ അതിന് ആശങ്കയിലായത്, ഇത്രയും നല്ലൊരു വണ്ടി, ഇത്രയും മെയിൻ്റനൻസ് കമ്മിയുള്ളൊരു വണ്ടി പെട്ടെന്ന് നിർത്തലാക്കിയപ്പോൾ എല്ലാവരും ഒരു അന്തം വിട്ട് നിന്നു. അപ്പോഴാണ് 2005 ടൊയോട്ട എല്ലാവരും നെട്ടിച്ചുകൊണ്ട് ഇന്നോവയെ പുറത്തിറക്കിയത്. അങ്ങനെ 2005 മുതൽ 2016 വരെ ടൊയോട്ട ഇന്നോവ എന്ന പേരിൽ നമ്മുടെ സാധാ ഇന്നോവയെ പുറത്തിറക്കി. ഇതിൽ തന്നെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്നുള്ള ഫേസ് ലിഫ്റ്റ് വാഹനങ്ങളൊക്കെ വന്നു. അതിനുശേഷം 2016 വന്നതാണ് ഈ ഒരു വാഹനം, ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ഇന്നോവനെ ടൊയോട്ട വിട്ടിട്ടില്ല, ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എന്നുള്ള പേരിൽ തന്നെ ഇന്നോവ ക്രിസ്റ്റ വന്നു. അപ്പോൾ ഇന്നോവ ക്രിസ്റ്റ വന്നപ്പോഴേ നമ്മൾ സാധാ ഇന്നോവയിൽ നിന്നും അടിമുടി മാറിയിട്ടാണ് ഇന്നോവ ക്രിസ്റ്റ വന്നത്. അതായത് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എൻജിൻ ഭാഗമാണെങ്കിലും ഇത് വണ്ടിൻ്റെ പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രൈവിംഗ് കംഫർട്ടാണെങ്കിലും മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടനവധി മാറ്റത്തോടു കൂടിയാണ് ക്രിസ്റ്റ വന്നത്. അപ്പോൾ നമ്മളൊരു ഇന്നോവ പ്രേമികൾ അന്ന് നല്ല ഇന്നും പറയും ഇന്നോവൻ്റെ അത്ര യാത്രാസുഖം ക്രിസ്റ്റയ്ക്ക് കിട്ടൂല. അതിപ്പോഴും ആളുകൾ പറയാറുണ്ട്, അത് യാഥാർത്ഥ്യത്തിൽ സത്യം തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എൻജിൻ നമ്മളെ സാധാ ഇന്നോവയെ പോലെയല്ല, പവർ കൂടുതലാണ്.
ഇതിന് പവർ മോഡ് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ആ മോഡൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചൊന്നും കാണിക്കാത്ത നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്കിലും നമ്മൾ കാണിക്കാം. അപ്പോൾ ഇത് ഇൻ്റർകൂളർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ. ക്രിസ്റ്റയിൽ എല്ലാ വാഹനത്തിലും ഇൻ്റർകൂളർ എഞ്ചിനാണ് വരുന്നത്. നമ്മൾ സാധാ ഇന്നോവയ്ക്ക് നമ്മൾ മൈലേജ് പറയുമ്പോൾ ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ നമ്മൾ മൈലേജ് പറയാറുള്ളൂ. പക്ഷേ അത് തന്നെ ഇൻ്റർകൂളർ എഞ്ചിനാണെങ്കിൽ അപ്പോൾ എത്ര മൈലേജ് കിട്ടും? കൂടുതൽ കിട്ടും. നമുക്ക് ടൊയോട്ട ഇന്നോവയിലും ഇൻ്റർകൂളർ എഞ്ചിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ടൊയോട്ട ഇന്നോവയിൽ വന്നിരുന്ന ഇൻ്റർകൂളർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ കാണാറ് അതർ സ്റ്റേറ്റ് വാഹനങ്ങളിലാണ്. കാരണം അവിടെ മെട്രോപൊളിറ്റിക്കൽ സിറ്റിയിലൊക്കെ പൊല്യൂഷൻ കമ്മിയാക്കാൻ വേണ്ടിയിട്ടും വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇൻ്റർകൂളർ നിർബന്ധമായിട്ട് വന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊല്യൂഷൻ കമ്മിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സാധാ ഇന്നോവയിൽ നിന്നും 90,000 രൂപയോളം അഡീഷണൽ കൊടുത്തിട്ടാണ് കമ്പനിയിൽ നിന്ന് ഇൻ്റർകൂളർ എഞ്ചിൻ ഇന്നോവകൾ ഇറങ്ങിയിരുന്നത്. പക്ഷേ ക്രിസ്റ്റയിലോട്ട് വന്നപ്പോൾ എല്ലാ ക്രിസ്റ്റയും ഇൻ്റർകൂളർ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ ഒരു 14 കിലോമീറ്ററിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇന്നോവ ക്രിസ്റ്റയിൽ തന്നെ നമുക്ക് ഒട്ടനവധി വേരിയൻറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബേസ് മോഡൽ G4, പിന്നെ അതിൻ്റെ മേലെ V, പിന്നെ സെഡിൽ ഓട്ടോമാറ്റിക്. ഇതിൽ തന്നെ പെട്രോൾ എഞ്ചിനുണ്ട്, ഡീസൽ എഞ്ചിനുണ്ട്. ഡീസൽ എഞ്ചിൽ തന്നെ 2.4 ഉണ്ട്, 2.8 ഉണ്ട്. 2.8 വരുന്നത് G4 ഓട്ടോമാറ്റിക്കിലും Z ഓട്ടോമാറ്റിക്കിലുമാണ്. ഇത് ഒരുപാട് ആൾക്കാർക്ക് സംശയം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ച് പറയുന്നത്. താല്പര്യമില്ലാത്ത ആളുകൾക്ക് സ്കിപ്പ് ചെയ്യാം. സംശയം ചോദിക്കുന്നത് അത് നമ്മൾ ഇട്ട് തുറന്ന് പറയണം. ചില ആളുകൾ ചോദിക്കാറുണ്ട് V എന്ന ഓപ്ഷനിൽ 2.8 ഉണ്ടോ? V എന്ന ഇന്നോവ ക്രിസ്റ്റ ഓപ്ഷനിൽ 2.8 ഇല്ല, 2.4 എൻജിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ V എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മിഡിൽ ഓപ്ഷനാണ്. Z ഓട്ടോമാറ്റിക്കിലും 2.8 എൻജിൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ 2.8 മാത്രമേ വരുന്നുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനിലാണ് 2.4 എൻജിൻ വരുന്നത്. അപ്പോൾ V മോഡലിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നില്ല. Z ഓട്ടോമാറ്റിക് ഉണ്ട്, G4 ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്റ്റൻ്റെ ആ ഒരു വിശേഷങ്ങൾ. ഇതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിലും ഒരു 12 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ Z ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡലിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള Z ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ടൊയോട്ടൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇതിൻ്റെ റീസെയിൽ മാർക്കറ്റാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി ഏകദേശം അന്ന് ഇന്നോവ പുറത്തിറങ്ങുമ്പോൾ 8-9 ലക്ഷം രൂപക്ക് തുടങ്ങിയ കളി ഇപ്പോൾ 34 ലക്ഷത്തിലൊക്കെയാണ് എത്തി നിൽക്കുന്നത് ഇന്നോവ ക്രിസ്റ്റക്ക്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും വാഹനത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു 18 ലക്ഷം. 18 ലക്ഷം രൂപക്ക് നിങ്ങൾക്കൊരു Z ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ടൈപ്പ് 2ക്ക് കൺവേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ടൈപ്പ് 2ക്ക് കൺവേർട്ടിങ് നാഫി പറഞ്ഞത് ഇത് 2016 വരുമ്പോൾ ഈ ഗ്രില്ലോ ഈ ബമ്പറോ ഒന്നും വാഹനത്തിൽ വരൂല. ഇതിൻ്റെ മുന്നത്തെ ഷേപ്പ് എന്ത് ചെയ്യുക, നമുക്ക് വീഡിയോയിൽ സൈഡിൽ കാണിക്കാം. ഇത് നമ്മൾ അഡീഷണൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ 2016, 17, 18, 19 വണ്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 20, 21, 22 കാലത്തിൽ ഇറങ്ങിയ മോഡലിക്ക് നിങ്ങൾക്ക് ചെറിയ പൈസ മുടക്കി കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ സഫാരി ഓട്ടോമോട്ടീവിൻ്റെ നമ്പർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പ് മാറ്റം വരും, ബമ്പർ മാറ്റം വരും, ഗ്രില്ല് മാറ്റം വരും. ഇതൊക്കെ ടോട്ടൽ നമുക്കൊരു 10-25,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പഴയ മോഡൽ ക്രിസ്റ്റ നിങ്ങൾക്ക് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഹൈലൈറ്റും അവിടെ കാണിക്കുക. ഇതിനെന്ത് കളർ നമ്മൾ പറയാം? മുന്തിരി കളർ. കളർ പറയും അല്ലേ? ഇത് RC ഏതാ കളർ എന്ന് കറക്റ്റ് നമുക്ക് നോക്കിയിട്ട് എഴുതി കാണിക്കാം. സ്ക്രീനിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുന്തിരി കളറിനോട് അനുയോജ്യമായിട്ട് തന്നെ ഒരു മുന്തിരി കളർ അലവിയിലുണ്ട് ഇതിമേ അല്ലേ? ഇത് രസമായിട്ടുള്ള വീഡിയോ കേട്ടോ, തീർച്ചയായിട്ടും ആവശ്യക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്നു കരുതുന്നു. എന്താണ് നിങ്ങൾ ഇത് ഫാൻസി അലവിയിലാണ്. കമ്പനി വരുന്ന അലവിയിൽ ഇതല്ല. സെഡിൽ തന്നെ 2 ഐറ്റം അലവിയിൽ വരുന്നുണ്ട്. ക്രിസ്റ്റയിൽ G4ലും സെഡിലും വരുമ്പോൾ വീലിൽ വരെ വ്യത്യാസമുണ്ട്. 16 സൈസ് വീലാണ് G4ൽ വരിക, വീല് വരിക. സെഡിക്ക് വരുമ്പോൾ 17 സൈസ് വീല് വരും. അതന്നെ 2 ഐറ്റം അലവിയിൽ ഉണ്ട്. ഡയമണ്ട് കട്ടും ഉണ്ട്, ഒരു നോർമൽ ടൈപ്പിൽ വരുന്നുണ്ട്. അത് രണ്ടും നമുക്ക് മാക്സിമം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇത് സൈസ് കൂടിയ വീല് ഇതിനായിട്ട് കളറിനായിട്ട് മാച്ചായ ഒരു ഫാൻസി അലവിയിൽ ചെയ്തൊരു വാഹനമാണ് ഈ ഒരു വാഹനം. ഈ ഒരു വീല് വരുന്നത് 18 സൈസ് വീലാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ നീച്ച് നിൽക്കണ ഇടുപ്പുണ്ട് കാണാൻ. അപ്പോൾ നല്ല കിടിലൻ ലുക്കിലുള്ളൊരു ഇന്നോവ ക്രിസ്റ്റ തന്നെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്.
പിന്നെ ഇത് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വാഹനം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 2 ലക്ഷം കിലോമീറ്ററാണ്. അതായത് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കിലോമീറ്റർ ഉള്ളത് മാതിരി തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇന്നോവൻ്റെ അല്ലെങ്കിൽ ടൊയോട്ടൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് കിലോമീറ്റർ ഓടിയ വണ്ടി. ഇപ്പോൾ നമുക്ക് തന്നെ അനുഭവത്തിലുണ്ടായിരുന്നു. നമ്മളെ ചാനലിൻ്റെയൊക്കെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിച്ചൊരു വാഹനം ഉണ്ടായിരുന്നു. 8 ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഓടിയ ഇന്നോവ. ആ ഇന്നോവ ഇപ്പോഴും നമ്മളൊരു കസ്റ്റമർ അടിപൊളിയായിട്ട് ഇവിടെ വരാറുണ്ട്. അദ്ദേഹം ടാക്സി ഓടിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതായത് 8 ലക്ഷത്തിലധികം കിലോമീറ്റർ ഓടിയ സമയത്താണ് അദ്ദേഹത്തിന് നമ്മൾ ആ വാഹനം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കഥയും പാടെ പറയാം. ഇത് ചിലപ്പോൾ ലാഗാവും, ഇഷ്ടമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. കാരണം രസമുള്ള കഥയാണ്. അതായത് കുറേ ആൾക്കാർ നമ്മളോട് വീഡിയോയിൽ പറയലുണ്ട്, നിങ്ങൾ വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ടുപോവാണ്. കാരണം നമ്മൾ വണ്ടിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് അവസാനിക്കലുണ്ട്. ഇതേപോലത്തെ സംഭവം ഇന്നോവ ക്രിസ്റ്റ ഫോർച്യൂണറാണ്. ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളെ രസകരമായ കാര്യങ്ങളും നമ്മളെ സ്ഥിരം വ്യൂവേഴ്സിന് വേണ്ടി ഉൾപ്പെടുത്തണം. അപ്പോൾ ആ ഒരു കഥ പറഞ്ഞുതരാം. അതായത് ഡൽഹിയിൽ നിന്ന് ഒരുമിച്ച് നമ്മൾ വാഹനങ്ങൾ എടുക്കുന്ന സമയത്താണ് ആ വാഹനം ഇവിടെ വരുന്നത്. വാഹനം വന്നപ്പോൾ മീറ്ററിൽ കിലോമീറ്റർ 1,75,000 കിലോമീറ്റർ ഉണ്ടായ ഒരു വാഹനമായിരുന്നു ആ വാഹനം. അപ്പോൾ നമുക്കൊരു 4-5 വണ്ടി അന്ന് ഇന്നോവ വന്നിരുന്നു. മറ്റു വാഹനമൊക്കെ ക്ലിയറാണ്. അപ്പോൾ ഒരുമിച്ച് എടുത്തപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഹിസ്റ്ററി എടുക്കാൻ നമ്മൾ വിട്ടുപോയിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഹിസ്റ്ററി എടുത്തത് അംദാന അസിമോനെ ഹിസ്റ്ററി എടുത്ത് അങ്ങനെ അസിമോ ഹിസ്റ്ററി എടുത്ത് ആകെ കണ്ണൊക്കെ നെറൂലാക്കി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഹിസ്റ്ററിയിൽ നോക്കിയപ്പോൾ 8 ലക്ഷം കിലോമീറ്ററാണ് ഇന്നോവ ഓടിക്കുന്നത്. മീറ്ററിലാണെങ്കിൽ 1,75,000 കിലോമീറ്റർ. അങ്ങനെ 8 ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോൾ ഹിസ്റ്ററി കണ്ടപ്പോൾ അവൻ ആകെ പേടിച്ചു. അല്ലേ, ഇത് ഞാൻ എന്താ കാട്ടുക എന്നുള്ള ചിന്തയായി. കാരണം 8 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയിട്ട് ആൾക്കാർ എന്താ ചെയ്യുക, ഇത് വിറ്റാൽ പോകില്ല അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പേടിയിലാണ് ഓൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാനപ്പോൾ എന്ത് ചെയ്ത്, നമുക്കൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലേ, ഒരു പേടിയും പേടിക്കണ്ട. ആ 8 ലക്ഷം കിലോമീറ്റർ എത്രയാണ് കമ്പനിയിൽ ഏതാ ഡേറ്റ് നോക്കി. അപ്പോൾ പ്രോപ്പർ സർവീസാണ്. നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ വരെ കമ്പനിയിൽ സർവീസ് ഉണ്ട്. അപ്പോൾ കിലോമീറ്റർ എത്ര, 8 ലക്ഷമോ 7,90 സംതിങ് ഒക്കെയാണ് കിലോമീറ്റർ. നമ്മൾ നേരെ ആ വാഹനം എന്താ ചെയ്തത് വെച്ചാൽ ആ കിലോമീറ്റർ നേരെ 8 ലക്ഷം കിലോമീറ്റർ മീറ്ററിലാക്കി. ആ തിരിച്ച വാഹനം നമ്മൾ വീണ്ടും മുന്നോട്ടാക്കി. എന്നിട്ട് വിൽക്കുകയാണെങ്കിൽ വിറ്റാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാമെന്നുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ വണ്ടി ഉപയോഗിക്കൽ തുടങ്ങി. ആ ഉപയോഗിച്ചപ്പോഴല്ലേ 8 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിൻ്റെ ഗുണം കിട്ടിയില്ലേ. ഒരുപാട് കാലം ഞങ്ങളത് ഉപയോഗിച്ചു. അടിപൊളി, യാതൊരു കംപ്ലൈൻറ്റും ഞങ്ങൾക്ക് ആ വണ്ടി വന്നിട്ടില്ല. അടിപൊളിയായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചു. ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ ഷോറൂമിലേക്ക് ഇന്നോവ നോക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി അവിടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയേ തീരൂ. അദ്ദേഹം ആ കിലോമീറ്റർ കണ്ട് ആ കിലോമീറ്റർ മനസ്സിലാക്കി എനിക്ക് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പോയതാണ്. അദ്ദേഹം ഇപ്പോഴും ഹാപ്പിയാണ് അല്ലേ. അതേപ്പോഴും ഇവിടെ വരാറുണ്ട്. ആ വണ്ടി ശരിക്കും ഇപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഞാനൊരു മ്യൂസിയം പോലെ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ട്. അദ്ദേഹം തിരിച്ച് തരുന്നില്ല. എന്തായാലും അദ്ദേഹം വിൽക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മളത് വാങ്ങിക്കാല്ലേ മനസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു കഥ കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, ടൊയോട്ടൻ്റെ കമ്പനി സർവീസോട് കൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ കിലോമീറ്റർ യാതൊരുവിധ പ്രശ്നമല്ല. അതുകൊണ്ട് വേറെ കഥമ്പാടെ വിലക്ക് കിട്ടി എന്ത് പ്രശ്നം വന്നാലും ടെൻഷൻ അടിക്കരുത്. എല്ലാത്തിനും പരിഹാരമുണ്ട് അല്ലേ. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. കാരണം വലിയൊരു നെഗറ്റീവ് വന്ന് നമ്മൾ വലിയൊരു പോസിറ്റീവാക്കി. ആ വണ്ടി കാണാനായിട്ട് ആൾക്കാർ ഇവിടെ വന്നീന്. നമ്മൾ വയനാട് പോയപ്പോൾ ആ വണ്ടിന്റെ പിന്നാലെ ആൾക്കാർ കൂടീന്. കാരണം അത് ആ വീഡിയോയിൽ വൈറലായപ്പോൾ അപ്പോൾ ആ 8 ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി കാണാൻ വരെ ആളുകൾ വരുന്ന ഒരു സമയം പാടെ വന്നു. അപ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്താൽ. അപ്പോൾ ഇന്നോവ ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയതാണ്. അതിനനുസരിച്ചുള്ളൊരു വിലപ്പാവുണ്ട്. ഇത് സെഡിൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഇതിൽ വരുന്ന ഓപ്ഷൻസ് നിങ്ങളെ കാണിക്കാം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടൊയോട്ട ഫോർച്യൂണർ, ഒരു കൊലകൊമ്പം, നമ്മളെ കേരളത്തിലെ കൊലകൊമ്പം എന്ന് പറയാം. ഇന്റർനാഷണലി നോക്കുമ്പോൾ ലാൻഡ് ക്രൂയിസറും ഇതൊക്കെ മേലുണ്ട്. എങ്കിലും നമുക്ക് നമ്മളെ നാട്ടിൽ ശരിക്കും ഫോർച്യൂണർ തന്നെയാണ്. ലാൻഡ് ക്രൂയിസർ ആണെങ്കിലും ലാൻഡ് ക്രൂയിസർ പ്രാഡൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുള്ളൂ. ഈ ടൊയോട്ട ഫോർച്യൂണറിലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ ദുബായിലൊക്കെ ഞാൻ പോയപ്പോൾ ഇതിൻ്റെ V6 ഇഞ്ച് കണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്ത് കൺട്രീസിലൊക്കെ നമ്മളെ ടീം ആരെങ്കിലും V6 ഇഞ്ച് ഉപയോഗിക്കുന്ന ഫോർച്യൂണറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വണ്ടി എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. വരും വീഡിയോസിലൊക്കെ നമുക്കത് പ്രചോദനമാവും. പുതിയ പുതിയ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് പ്രചോദനമാവും. അപ്പോൾ ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത് 2017 മോഡലാണ്. ഞാൻ ഇന്നോവൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ 2008 നമുക്ക് ഇന്ത്യയിൽ ടൊയോട്ട ഫോർച്യൂണർ ആദ്യമായി വരുന്നത്. 2008, 9, 10, 11 കാലഘട്ടം വരെ ഒരേ ഒരു ഓപ്ഷനിൽ ഒറ്റ ഓപ്ഷനിലാണ് വന്നത്. ഏത് ഓപ്ഷൻ? മാനുവൽ 4x4 മാത്രം അല്ലേ. ഓട്ടോമാറ്റിക്കും ഇല്ല, 4 വീൽ ഇല്ലാത്തതും ഇല്ല.
ഒരേ മോഡൽ ഓപ്ഷൻ ഫോർച്യൂണറാണ് വന്നത്. പക്ഷേ അന്ന് 2008 വന്ന വണ്ടി ഇപ്പോഴും നല്ല മാർക്കറ്റും ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു വണ്ടിയാണ് ടൊയോട്ട ഫോർച്യൂണർ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് മെയിൻ്റനൻസ് കമ്മിയാണ്, 2 റീസെയിൽ മാർക്കറ്റാണ്, പിന്നെ അഫിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് കുന്നും മലയാണ് കയറിപ്പോവും അല്ലേ. റോഡ് എവിടെ അവസാനിക്കുന്നു അവിടെ തുടങ്ങും. ലാൻഡ് ക്രൂസറിൻ്റെ യാത്ര ഫോർച്യൂണറും തുടങ്ങും. അപ്പോൾ ഫോർച്യൂണറും പോവും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഫോർച്യൂണർ ഇപ്പോഴും ആ മോഡലും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വണ്ടിപ്രാന്തന്മാരുടെയൊക്കെ ഒരു ഇഷ്ടവാഹനമാണ് ടൊയോട്ട ഫോർച്യൂണർ. അങ്ങനെ 11 ശേഷം 12, 13 അതായത് 12 കാലഘട്ടത്തിൽ ഈ ടൊയോട്ട ഫോർച്യൂണറിൽ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും കൂടെ ടൊയോട്ട പുറത്തിറങ്ങി. അങ്ങനെ 12, 13, 14 ഗിയർ ട്രാൻസ്മിഷനിലൊരു ഓപ്ഷനും പാടെ കൂടി 14, 15, 16 വരെ ഒരേ ഷേപ്പിൽ വന്നു. അതിനുശേഷം 17 ഈ ഒരു വാഹനം വരുന്നത്. ഒന്നും പാടെ തരംഗമായൊരു മോഡലാണ് അല്ലേ. പക്ഷേ ഈ ഒരു വണ്ടിയൊക്കെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ വില എത്തേണ്ടോടത്ത് എത്തിയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാലേ ഏകദേശം അന്ന് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ 37-40 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വന്നിരുന്ന വാഹനമാണ്. ഇപ്പോൾ ഏകദേശം 50 ലക്ഷം രൂപ 50 ലക്ഷം രൂപേൻ്റെ മുകളിലൊക്കെ വേരിയൻറ്റിൻ്റെ അനുസരിച്ചൊക്കെ വില വരുന്നുണ്ട്. ഇത് ഏകദേശം ഇപ്പോഴും എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 37 ലക്ഷം ടു ഒരു 38, ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒരു 37-38 ലക്ഷം രൂപയുള്ളൂ എക്സ് ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. അതാണ് നമ്മൾ GCC കൺട്രീസിൽ പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു വാഹനമൊക്കെ ചെറിയൊരു വിലക്കാണ് അവിടെയൊക്കെ നമുക്ക് പുതിയത് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടാക്സ് ഏകദേശം പുതിയത് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 8 ലക്ഷം രൂപയോളം ടാക്സിൻ്റെ അഡീഷണൽ നമുക്ക് നമ്മളെ ഗവൺമെൻറ്റിന് ടാക്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം പ്രൈസ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം വന്നപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഉണ്ട്, മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, അതേപോലെ ഓട്ടോമാറ്റിക്കലി 4 വീൽ ഡ്രൈവിൽ വരുന്നതുകൊണ്ട് 2 വീൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇത്തരം വേരിയൻറ്റുകളൊക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഈ ഒരു വാഹനം 2 വീൽ ഓട്ടോമാറ്റിക്കാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, പക്ഷേ 4 വീൽ ഡ്രൈവ് ഇല്ല. അപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വേരിയൻറ്റും കൂടിയാണ് ഇത്. കമ്പനി അവകാശപ്പെടുന്നൊരു 14-15 കിലോമീറ്ററൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു 10 കിലോമീറ്ററൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വാഹനത്തിനും റീസെയിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നൊരു വാഹനമാണ് ഈ ഒരു വാഹനം. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണോ, ഇതാണെങ്കിലൊക്കെ ടൊയോട്ട ഓരോ കൊല്ലം കൂടുമ്പോഴും വണ്ടിമേ വില പുതിയ വണ്ടിമേ 4-5 ലക്ഷം റുപ്യ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എന്നും ഒരു സ്റ്റഡി മാർക്കറ്റിലാണ് വണ്ടി പോകുന്നത്. ഈ ഒരു വാഹനം മുന്നേ ഒരു കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ചെയ്ത വാഹനമാണ്. ആ കസ്റ്റമർക്ക് ചിലപ്പോൾ ഈ ഒരു വാഹനം വെക്കുമ്പോൾ വലിയ ഡിപ്രസിയേഷനൊന്നും ഇപ്പോഴും വരാൻ സാധ്യത വളരെ കമ്മിയാണ്. ഇത് അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ടൊയോട്ട ഫോർച്യൂണർ. ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണെങ്കിൽ ഏകദേശം ഒരു 30 ലക്ഷത്തിന് മുകളിലായിട്ട് റീസെയിൽ മാർക്കറ്റിലൊരു മോഡലാണ് 17 മോഡൽ. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 22,80,000 രൂപയാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓഫർ പ്രൈസ് തന്നെയാണ്. ഇത് NOCയിലാണ്, നിങ്ങളുടെ RT ഓഫീസിലോട്ട് നമ്മൾ NOC എടുത്തുന്ന റേറ്റാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ എത്ര രൂപ വരും. ഏകദേശം നമ്മൾ 4 ലക്ഷം രൂപ കൂടി അഡീഷണൽ കാണേണ്ടി വരും ഇത് നമുക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട RT ഓഫീസിലോട്ട് നമുക്ക് NOC എടുത്ത് തരാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇത് കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ ടൊയോട്ട ഫോർച്യൂണറിലും ചെറിയ പെയിൻറ്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കമ്പനി ടൊയോട്ടൻ്റെ ഷോറൂമിൽ തന്നെയാണ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ മെയിൻ ഗ്ലാസ്സിന് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവർക്ക് ഇതിൻ്റെ കറക്റ്റ് പറ്റിയ സ്ക്രാച്ച് വന്നതും ഇത് പൊട്ടി നിൽക്കുന്നതും ഇല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഈ വാഹനത്തിന് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ 100% ഗ്യാരണ്ടിയാണ്. ഇത് ഷോറൂമിൽ തന്നെയാണ് ഇതിൻ്റെ ഗ്ലാസ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ടൊയോട്ട ഫോർച്യൂണറും ഇന്നോവ ക്രിസ്റ്റയും ഇത് വിൽക്കാനുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്തി. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം കേട്ടോ. ഫോർച്യൂണർ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. അതോടൊപ്പം തന്നെ 1,50,000 കിലോമീറ്ററോടെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ഇല്ല ഒരു വാഹനം കൂടിയാണ് ഈ ഒരു ഫോർച്യൂണർ. ഇതിൻ്റെ അലൈവിലുണ്ട്, നിങ്ങൾ ഡയമണ്ട് കട്ട് അലൈവിലും കാര്യങ്ങളൊക്കെ വന്ന് അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഫോർച്യൂണർ. ഇത് 8 സീറ്റർ വാഹനമാണ്. ഇന്നോവ ക്രിസ്റ്റ 7 സീറ്റർ വാഹനമാണ്. ഇനി ഇത് എത്തരത്തിലുള്ള ആളുകളാണ് ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ, ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ പ്രീമിയം കണ്ണുകൊണ്ട് കാണുന്ന ഒരു വാഹനം കൂടിയാണ് ഫോർച്യൂണർ. അത് ഇന്നോവ ക്രിസ്റ്റ ആ മൈൻഡിൽ തന്നെ കേട്ടോ. ഇന്നോവ ക്രിസ്റ്റ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞാൽ യാത്ര ഒരുപാട് ചെയ്യുമ്പോൾ നല്ല യാത്രാ കംഫേർട്ട് വേണ്ട ആളുകൾക്ക് തീർച്ചയായിട്ടും
ഇന്നോവ ക്രിസ്റ്റയാണ് ഉപകാരപ്പെടുക. ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റൻ്റെ യാത്രാ കംഫർട്ട് ചിലപ്പോൾ ഫോർച്യൂണറിൽ കിട്ടൂല. പക്ഷേ ഫോർച്യൂണറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ഓടിക്കണ ഫീൽ ആവില്ല ക്രിസ്റ്റൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ. അത്തരത്തിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലേ. ടൊയോട്ട എന്ന ബ്രാൻഡിൻ്റെ കോളീസ്, അതേപോലെ ഇന്നോവ ക്രിസ്റ്റ, ഇത് കഴിഞ്ഞിട്ട് വന്ന ഇന്നോവ ഹൈക്രോസിൻ്റെ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ടൊയോട്ട ഫോർച്യൂണർ 2008 മുതൽ 11 വരെയുള്ള വണ്ടിയാണോ, 11 മുതൽ 14 വരെയുള്ള വണ്ടിയാണോ, 17 മുതൽ വന്ന വാഹനമാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റ് ഏതാണെന്ന് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. കാരണം നമ്മളെ വണ്ടി പ്രാന്തന്മാരൊക്കെ ഏത് വാഹനമാണ് ഇഷ്ടപ്പെടുന്നത് ഒന്ന് തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആവും ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ, എങ്കിലും നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഉടനെ നമ്മൾ പരിചയപ്പെടുത്തും, ഇല്ലെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഈ 2 വാഹനം ഒന്ന്, ഇതിൻ്റെ ഇൻറ്റീരിയർ വശം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക, അത് കഴിഞ്ഞിട്ട് എൻജിൻ റൂം ഒന്ന് കാണിക്കുക, എന്നിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പരിചയപ്പെടുത്താൻ പോവാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നതാവും, കാരണം മുന്നത്തെ വീഡിയോസിൽ തന്നെ നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ വ്യൂവേഴ്സും ഒരുപാട് നമ്മുടെ ചാനലിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു വർഷത്തിലോ 6 മാസം മുന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ഈ വീഡിയോയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ. തീർച്ചയായിട്ടും കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ഇത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് ക്രിസ്റ്റയാണ്. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഭാഗം തന്നെ നമുക്കിവിടെ കാണാം. ഒരു നോർമലായിട്ട് ഒരു പക്ക പ്രീമിയം ആയിട്ടൊന്നുമല്ല, ഒരു നോർമൽ ലുക്കിലുള്ള ട്രാൻസ്മിഷൻ്റെ ഭാഗം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് നോർമലായിട്ട് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതേപോലെ നമുക്ക് സ്പോർട്ട് മോഡ് കിട്ടിട്ട് മാനുവലിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് കീലെസ് സ്റ്റാർട്ടിങ്ങാണ് വരുന്നത്. കീ നമ്മൾ വാഹനത്തിൽ ഹോൾഡ് ചെയ്താൽ മതി. ഇത് G4 ആകുമ്പോൾ നമുക്ക് എന്താവും, ഇതിൽ കീ ഉണ്ടാവും, കീ ഇട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വിയും സെഡൊക്കെ വരുമ്പോൾ ഇത് കീലെസ് സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കീ, ഇതാണ്ടോ ലോക്ക് അൺലോക്ക് ബട്ടണ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത വാഹനം സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ടായി കാണിക്കുക. കാരണം എന്താ വെച്ചാൽ ഇന്നോവ സ്റ്റാർട്ടാക്കുന്നത് കോളീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട്, അതേപോലെ ഫോർച്യൂണർ സ്റ്റാർട്ടാണ് എൻജിൻ സൗണ്ട്, ക്രിസ്റ്റ സ്റ്റാർട്ടാണ് എൻജിൻ സൗണ്ടിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്റ്റൻ്റെ ഡീസൽ എൻജിൻ സ്റ്റാർട്ടാണ് സൗണ്ടും പാടൊന്ന് നിങ്ങളെ കാണിക്കുക. ജസ്റ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് പ്രസ് ചെയ്ത് എങ്ങനെയുണ്ട്. ആ ഒരു ഡീസൽ എൻജിൻ സ്റ്റാർട്ടാണ് സൗണ്ട് തന്നെ ഒരു വികാരമാണ്. അതിന് ഏത് വണ്ടിയാണെങ്കിലും. ഇനി പെട്രോൾ എൻജിൻ സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ വികാരം കിട്ടില്ല. സ്പോർട്സ് കാറ്റഗറിയിലൊക്കെ പോകുമ്പോൾ പെട്രോൾ എൻജിൻ സ്റ്റാർട്ട് ആകുമ്പോഴും നമുക്ക് ആ എക്സോസ്റ്റിൻ്റെ സൗണ്ടൊക്കെ കിട്ടുന്നല്ലാതെ ഈ ഡീസൽ എൻജിൻ സ്റ്റാർട്ടാണ് ഒരു സൗണ്ട്, അതൊരു വേറൊരു ഫീൽ തന്നെയാണ്. ഇത് സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ വന്നിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പവർ മോഡ്, എക്കോ മോഡ് പറഞ്ഞിട്ട് 2 ബട്ടൺ വന്നിട്ടുണ്ട്. ഈ പവർ മോഡ് ഇട്ടാൽ വണ്ടിൻ്റെ സ്വഭാവം തന്നെ മാറും ഓടിക്കുമ്പോൾ. അതായത് ഈ പവർ മോഡിലിട്ട് ഓടിക്കുമ്പോഴേ വണ്ടി ഇങ്ങനെ കുതിച്ച് ചാടി പോകുന്ന ഫീലിലാണ് വണ്ടി ഉണ്ടാവുക. പിന്നെ ഇത് യാത്രാ കംഫർട്ട് ഇന്നോവനെ അപേക്ഷിച്ച് നോക്കുമ്പോഴാണ് ലേസം കമ്മി ഉണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ ഒരിക്കലും ഇപ്പോൾ നമുക്ക് ഫോർച്യൂണറിനെ അപേക്ഷിച്ചാണെങ്കിലും മറ്റു MPV സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളെ അപേക്ഷിച്ചാണെങ്കിലും യാത്രാ കംഫർട്ടിൻ്റെ കാര്യത്തിൽ രാജാവ് ഇന്നോവ ക്രിസ്റ്റ തന്നെയാണ്. കാരണം ഇത് ബാക്കിൽ ഇത് സിംഗിൾ സീറ്റിൽ ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റും. ഇത് ഇന്നോവനെക്കാട്ടിലും ചെറിയ ബോഡി റോളിങ് കൂടുതലുണ്ടാവും. അതേപോലെ ഈ ചാട്ടമുണ്ടല്ലോ, കുറച്ച് ചാട്ടം കൂടുതലുണ്ടായത് കൊണ്ടൊക്കെയാണ് നമ്മൾ ആ കംഫേർട്ട് കമ്മി ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റിൻ്റെ AC-ൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാവിഗേഷന്, ഓഡിയോ, ടെലിഫോണ്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. പിന്നെ സേഫ്റ്റീൻ്റെ കാര്യത്തിലാണ് ഒട്ടനവധി എയർ ബാഗുകൾ. ഇവിടെ ഒരു എയർ ബാഗ് വന്നിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൽ എയർ ബാഗ് ഉണ്ട്. പിന്നെ നീ എയർ ബാഗ് ഉണ്ട്. ഇവിടെ എയർ ബാഗ് ഉണ്ട്. ഈ പോസ്റ്റിലൊക്കെ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ സെഡിൻ്റെ ഇൻറ്റീരിയർ വരുമ്പോഴും നല്ല രസമാണ്. അതായത് ഈ റൂഫൊക്കെ ഇവിടെ ഈ ബാക്കിലിരിക്കുന്ന ആൾക്ക് ഈ റൂഫിലൊരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ സെൻട്രലൈസിൻ്റെ ഭാഗം കാണാനൊക്കെ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റ വന്നിട്ടുള്ളത്. ഇത് G4 വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നോർമൽ ടൈപ്പിൽ നമ്മളെ ഇന്നോവയിലൊക്കെ വരുന്ന പോലെയാണ് G4 ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. പിന്നെ ഇതിലൊരു വുഡ് ഫിനിഷിങ് നമുക്ക് ഡാഷിൽ കാണാൻ പറ്റും. ഒരു സിൽവർ ഫിനിഷിങ്ങിൽ നമുക്ക് ഈ AC വെൻറ്റിൻ്റെ ചുറ്റുഭാഗമൊക്കെ കാണുമ്പോൾ ഒരു പ്രീമിയം ടച്ച് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടും തരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിങ്ങിൽ നമുക്ക് വോളിയം കൺട്രോൾ, മോഡ്, അത്തരം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിങ്ങിലും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ എടുത്ത് പറയുകയാണെങ്കിൽ നോർമൽ ഫീച്ചേഴ്സ് ഒരുപാട് നമുക്ക് എല്ലാ വാഹനത്തിലും വരുന്ന പോലെ തന്നെ ഉണ്ട്. ഞാൻ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചതാണ്. ഇതിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യാനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്.
അത്യാവശ്യം നല്ല ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ വരുന്ന അത്യാവശ്യം സ്പേസോട് കൂടിയുള്ളൊരു വാഹനം തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റ. ഇതിന് ഈ ഒരു വാഹനത്തിന് സൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വന്ന് നല്ല പുറത്തിറങ്ങി കാണാൻ നല്ല കിഡിലെ ലുക്കിലൊരു വാഹനം കേട്ടോ. ഇനി ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും പാടെ നിങ്ങളെ കാണിക്കാം. ഇത് ബോണറ്റ് ഓപ്പൺ ആക്കുന്നതും നമുക്ക് ഡീസൽ ടാങ്കിൻ്റെ ഡോർ ഓപ്പൺ ആക്കാനും രണ്ടിനും ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഡീസൽ ടാങ്കിൻ്റെ ആണ്, പിന്നെ സെക്കൻഡ് നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കാൻ ഉള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ ബോണറ്റ് ഓപ്പൺ ആക്കാൻ വന്നപ്പോൾ ഇവിടെ ഒരു മൂത്താശാരി ഉണ്ട് കേട്ടോ. എന്താണ് ഞങ്ങൾ ഇയാൾ വന്ന സംഭവം നമുക്ക് സമ്പത്ത് വരുന്നതാണ് അങ്ങനെയൊക്കെ പഴയ ആൾക്കാർ അല്ലേ പറയാറുണ്ട്. എന്താണ് മൂത്താശാരി ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്നും ആ പറയുന്നത് സത്യമാണോ എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇങ്ങനെ പാറിപ്പോയി എന്തായാലും നമ്മളെ സഫാരി കാർസ് തന്നെ ഉണ്ട് അല്ലേ, വണ്ടി പെട്ടെന്ന് വിൽക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടൊന്ന് കാണിക്കാം. ഇവ അടിപൊളിയാക്കണമല്ലോ, നമ്മളെ കുട്ടികൾ സെറ്റപ്പ് ആക്കി വെച്ചോണ് എഞ്ചിൻ റൂം. കാരണം ഇതുണ്ട് നല്ല വൃത്തിയിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയതാണ്. കാരണം ഇന്നേ ഏതോ ഒരു വണ്ടീൻ്റെ എഞ്ചിൻ റൂം കോളായിട്ട് നല്ല കിട്ടലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അടിപൊളിയാക്കണ്. ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. അതായത് 2017 വണ്ടിയാണ്. ഇത്ര ചൊറുക്കിൽ ചിലപ്പോൾ നമുക്ക് എഞ്ചിൻ റൂം കാണാൻ പറ്റില്ല. ഇത് നമ്മളെ കുട്ടികളെ വൃത്തിയാക്കൽ കൊണ്ടുള്ള വൃത്തിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഇത് കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ ടൊയോട്ടൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് പിന്നെ കൂടുതലായിട്ട് നമുക്ക് എടുത്ത് കാണിക്കേണ്ട ഭാഗമൊന്നുമില്ല. അത് കണ്ടോ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ കമ്പനി വന്നത് തന്നെയാണ്. ഇതിൻ്റെ പാനൽ കാര്യങ്ങളൊക്കെ കമ്പനി വന്ന പേസ്റ്റിങ്ങോട് കൂടിയുള്ള ഭാഗം തന്നെയാണ് കാണാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫോർച്യൂണറിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഈ ഒരു വാഹനത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കണ്ണിൽ കൊടുക്കുന്ന സാധനമാണിത്. ഇതെന്തിനാ അറിയോ, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പിടിച്ചിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ആൾ വേറെ ആണെന്നില്ല ഡയലോഗ് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർക്ക് കയറുമ്പോൾ തന്നെ പറയല്ലേ. കാരണം എന്താ നിങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് പിടിച്ചിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതെന്തിനാ വെച്ചാൽ ഇതൊരു ഓഫ് റോഡ് വാഹനമാണെന്ന് ഒറ്റയടിക്ക് തന്നെ നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ ഒരു വാഹനം വന്നത്. ഇപ്പോൾ ഇന്നോവ ക്രിസ്റ്റയിൽ കണ്ട പോലെ തന്നെ ഇതിലൊരു ഭാഗം തന്നെയാണെങ്കിലും ഒന്നും കൂടെ പ്രീമിയം ആക്കിയിട്ടുണ്ട് ഫോർച്യൂണറിൽ. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആ ഡ്രൈവ്, സ്പോർട്ട് മോഡ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിംഗ് ഓപ്ഷനൊക്കെ അതേപോലെ തന്നെയാണ്. അതേപോലെ ഈ ഒരു വാഹനത്തിലും എക്കോ മോഡും പവർ മോഡും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റയിൽ കണ്ട പോലെ തന്നെയാണ് ഇതിലും എക്കോ മോഡും പവർ മോഡും വന്നിട്ടുള്ളത്. ഇതൊരു 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്, V6 എഞ്ചിനല്ല. പുറം രാജ്യങ്ങളിലൊക്കെ പ്രവാസികൾ കാണുമ്പോൾ ചിലപ്പോൾ തെറ്റായിരിക്കും. ഇവിടെയും V6 എഞ്ചിൻ ഉണ്ടോ, ഇവിടെ V6 എഞ്ചിൻ ഇല്ല. ഇത് 4 സിലിണ്ടറിൽ വരുന്ന ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളെ റോഡുകൾക്ക് ശരിക്ക് ഈ വാഹനം തന്നെ അപാരമാണ്. ശരിക്കും ഈ ഒരു എഞ്ചിൻ്റെ പവർ തന്നെ നമ്മളെ റോട്ടിൽ പിടിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അത്രത്തോളം ഗാംഭീര്യമുള്ളൊരു വണ്ടി തന്നെയാണ് ടൊയോട്ട ഫോർച്യൂണർ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ ലെതർ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇന്ന പ്രീമിയം ആണേനും ഇന്നൊരു ഓഫ് റോഡ് വണ്ടി ആണേനും നമുക്ക് എയിലി ഓടിച്ചു പോകാനുള്ള സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വാഹനം കാണാനുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റിൻ്റെ AC ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഇതിലും വന്നിട്ടുണ്ട്. നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലോക്കിൽ സമയം സെറ്റ് ചെയ്തിട്ടില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു വാഹനത്തിന് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. സ്പോർട്ട് മോഡിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമുക്ക് പെഡൽ ഷിഫ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ഓടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ അത്യാവശ്യം വേണ്ട കൺട്രോളുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ ഇത് മാനുവലി ആട്ടോ, നമുക്ക് ഏത് രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറക്കാനും, ഇനി തടി കൂടിയവർക്കും തടി കുറഞ്ഞവർക്കും ഹൈറ്റില്ലവർക്കും ഹൈറ്റ് കമ്മിയുള്ളവർക്കും ഒക്കെ ഓടിക്കാൻ പറ്റും. ഏത് രീതിയിലും സ്റ്റിയറിംഗ് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സിംഗിൾ സീറ്റ് അല്ല, ഇത് 8 സീറ്റർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം 5-8 പേർക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിസ്റ്റേനെ പറഞ്ഞില്ലാറെ യാത്ര കംഫർട്ട് ക്രിസ്റ്റൻ്റെ അത്ര ഫോർച്യൂണർ ഉണ്ടാവില്ല. ഞാൻ ഉപയോഗിച്ച് ഫീൽ ചെയ്തതാണ്. കാരണം എല്ലാ വണ്ടിയും നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഏറ്റവും മുന്നിൽ യാത്ര കംഫർട്ടിൽ നിൽക്കുന്ന ഇന്നോവയാവും, പിന്നെ ഇന്നോവ ക്രിസ്റ്റയാണ്, പിന്നെ ഫോർച്യൂണറാണ്. ഫോർച്യൂണറും ഇന്നോവ ക്രിസ്റ്റ ഒരുമിച്ചിട്ട് വീഡിയോ ചെയ്ത് ഒരേ താരതമ്യത്തിൽ ഒരേ ഇനത്തിൽ ഒരിക്കലും നിങ്ങൾ ക്രിസ്റ്റനെയും ഫോർച്യൂണറിന് പെടുത്തരുത്. രണ്ടും രണ്ട് സെഗ്മെൻറ്റിലും രണ്ട് പർപ്പസിലും രണ്ട് ഇനത്തിലുള്ള വാഹനങ്ങളാണ്. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഫ്രീ ടൈമിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ രണ്ടും ഒരുമിച്ച് എടുത്ത് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ സീറ്റിലിരുന്നാൽ കിട്ടുന്നൊരു ഫീൽ പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഇത് റോട്ടിലൂടെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ സീറ്റിലിരിക്കണ പോലെ ആവില്ല. നമ്മളിങ്ങനെ ഹൈറ്റിലിരുന്ന് ഒരു വില്ലനേറ്റാ പോകണമെന്നുള്ളൊരു ഫീലൊക്കെ കിട്ടും ഫോർച്യൂണർ ഓടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമും കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാം. നേരത്തെ നമ്മൾ ക്രിസ്റ്റയിൽ കാണിച്ച പോലെ തന്നെയാണ് ബോണറ്റ് ഓപ്പൺ ആക്കുന്നതും ഡീസൽ ടാങ്ക് ഓപ്പൺ ആക്കുന്നതും ഒക്കെ ഒരേ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എൻജിൻ റൂം കാണിക്കുമ്പോഴേ ഇതും അടിപൊളിയായിരിക്കണം.
നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു എഞ്ചിൻ റൂമും കാണാൻ പറ്റുന്നുണ്ട്. ഇത് 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ സ്ഥലം കാലിയായി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ പാർട്സ് ഇല്ലാത്ത പോലെ തോന്നും നമുക്ക്. ഇവിടുന്ന് എന്തൊക്കെ മിസ്സായിക്കണമെന്ന് തോന്നും നമുക്ക് ഫോർച്യൂണറിൻ്റെ ഡീസൽ എഞ്ചിൻ്റെ ഈ ഒരു എഞ്ചിൻ റൂം കാണുമ്പോൾ. കാരണം ഇത്ര ഉള്ളൂ, ഇത് വലിയൊരു എഞ്ചിൻ റൂമാണ്. അതിൽ ഈ ഒരു എഞ്ചിന് 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും പെർഫോമൻസും ഒക്കെ ഉള്ള വാഹനം തന്നെയാണ്. ഇതും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഒരു ഫോർച്യൂണർ എന്ന സ്വപ്നം ചെറിയൊരു പൈസ പറഞ്ഞാൽ ഈ ഒരു എമൗണ്ട് വലിയൊരു പൈസയാണ്. പക്ഷേ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് 35 ലക്ഷം 40 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം ഒന്നും കൊടുക്കണ്ട. ഒരു 26-27 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. 2 വാഹനങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. എന്തെങ്കിലും വലിച്ചു നീട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പരിശ്രമം ചോദിച്ചുകൊണ്ട് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.